Dear students, you have already studied about contraceptive methods. Now you are going to study about MTP and STDs. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് കൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിനെ കുറിച്ചാണ്. ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ ആദ്യം MTPയെ കുറിച്ചാണ്. MTP അതുപോലുള്ള ഷോർട്ട് ഫോമൊക്കെ തന്നിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ എക്സാമിന് ചോദിക്കാറുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടതാണ്. അപ്പോൾ MTP മീൻസ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. അപ്പോഴെന്താണ് MTP? വാട്ട് ഈസ് MTP? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. Intentional or voluntary termination of pregnancy before full term is called medical termination of pregnancy or induced abortion എന്നും പറയപ്പെടും. അപ്പോഴെന്താണ് നമുക്ക് നോക്കാം, എന്താണ് MTP? ഇൻറ്റൻഷണൽ എന്ന് പറയുമ്പോഴത്തേക്കും കരുതിക്കൂട്ടിയുള്ളതാണ്. കരുതിക്കൂട്ടി ഇഷ്ടപ്രകാരം ഒരാൾ പ്രഗ്നൻസി ആയിക്കഴിഞ്ഞാൽ, പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ ആ എംബ്രിയോയെ അതിൻ്റെ പൂർണ്ണ വളർച്ച എത്തുന്നതിന് മുമ്പ് നീക്കം ചെയ്യുന്ന പ്രക്രിയയ്ക്കാണ് എന്ത് പറയുന്നത്? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, MTP. ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് ഇൻഡ്യൂസ്ഡ് അബോർഷൻ എന്ന പേരിലും അറിയപ്പെടും. അപ്പോൾ വാട്ട് ഈസ് MTP? Intentional or voluntary termination of pregnancy before full term is called medical termination of pregnancy. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പറയാനുള്ളത്, that is nearly 45 to 50 million MTPs are performed in a year all over the world, which accounts to 1/5 of the total number of conceived pregnancies in a year. അപ്പോൾ ലോകത്ത് മൊത്തത്തിൽ ദശലക്ഷക്കണക്കിനാണ് MTP ചെയ്യുന്നത്. അതിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുണ്ടാകുന്നു എങ്കിൽ അതിൽ 1/5 എന്തിന് വിധേയമാകുന്നു? MTPക്ക് വിധേയമാവുകയാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 100 കുഞ്ഞുങ്ങൾ ജനിക്കുകയാണെങ്കിൽ അതിൽ 20 കുട്ടികളെയും എന്തിന് വിധേയമാക്കുന്നു? നശിപ്പിച്ച് കളയുകയാണ്, MTPക്ക് വിധേയമാക്കുകയാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് MT ഹാസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഡിക്രീസിങ് ദി പോപ്പുലേഷൻ. ഇപ്പോൾ ജനസംഖ്യ കുറയ്ക്കുമെന്ന് പറയുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ അതിനൊന്നുമല്ല ഈ MTP ചെയ്യുന്നത്. ദെൻ വൈ MTP? എന്തിനു വേണ്ടിയാണ് ഈ MTP നടത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. To get rid of unwanted pregnancies either due to casual unprotected intercourse or failure of the contraceptive used during coitus or rapes. ഇവിടെ പറയുന്നത് അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഇൻ്റർകോഴ്സ്, അതായത് ഒന്നുകിൽ ഈ പറയുന്ന നമ്മൾ നേരത്തെ പഠിച്ച ഈ കോൺട്രാസെപ്റ്റീവ്സ് മെത്തേഡ് ഉപയോഗിക്കാതെ ഉള്ള സെക്സിൽ ഏർപ്പെടുകയോ, അതല്ലെങ്കിൽ ഈ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഉപയോഗിക്കുകയും അത് ഫെയിലിയർ ആവുകയും പരാജയപ്പെടുകയും ചെയ്യുന്ന അവസരത്തിൽ, അതല്ലെങ്കിൽ റേപ്പ് പോലെ നടക്കുന്ന സന്ദർഭങ്ങളിലുമൊക്കെയാണ് ഈ MTP നടത്താറുള്ളത് എന്നാണ് പറയുന്നത്. ഇപ്പോഴൊക്കെയാണ് ടു ഗെറ്റ് റിഡ് ഓഫ് അൺവാണ്ടഡ് പ്രഗ്നൻസീസ് എയ്തർ ഡ്യൂ ടു കാഷ്വൽ അൺപ്രൊട്ടക്റ്റഡ് ഇൻ്റർകോഴ്സ്, സുരക്ഷിതമല്ലാത്ത രീതിയിലുള്ള സമയത്ത്, ഓർ ഫെയിലിയർ ഓഫ് കോൺട്രാസെപ്റ്റീവ് യൂസ്ഡ് ഡ്യൂറിങ് കോയിറ്റസ് ഓർ റേപ്പ്. അപ്പോൾ ഈ പറയുന്ന നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കൺട്രാസെപ്റ്റീവ് മെത്തേഡ് പരാജയപ്പെടുന്ന സന്ദർഭങ്ങളിലോ, റേപ്പ് പോലുള്ള സന്ദർഭങ്ങളിലോ, അല്ലെങ്കിൽ ഈ കൺട്രാസെപ്റ്റീവ് മെത്തേഡ് യൂസ് ചെയ്യാതെ സെക്സിൽ ഏർപ്പെടുകയോ ഒക്കെ ചെയ്യുന്നത് മൂലം ഈ എംബ്രിയോ പ്രഗ്നൻ്റ് ആവുന്ന സന്ദർഭങ്ങളിൽ MTP ചെയ്യുന്നു. പിന്നെ MTPs ആർ ആൾസോ എസെൻഷ്യൽ ഇൻ സർട്ടൻ കേസസ് വെയർ കണ്ടിന്യൂഷൻ ഓഫ് ദി പ്രഗ്നൻസി കുഡ് ബി ഹാർംഫുൾ or even fatal either to the mother or to the fetus or both. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ MTP അത്യാവശ്യമാണ്. അത് ഏത് സന്ദർഭത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരമ്മ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ആ എംബ്രിയോ വളരുന്നത്
ആർക്ക് ഹാംഫുള്ളായി കഴിഞ്ഞാൽ കുഡ് ബി ഹാംഫുൾ ഓർ ഫേറ്റൽ എയ്തർ ടു മദർ. ആ എംബ്രിയോ വളരുമ്പോഴത്തേക്കും അത് ആ അമ്മയ്ക്ക് അപകടകരം ഉണ്ടാക്കുകയോ അതല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ വളർച്ചയെ പ്രതികൂലമായിട്ട് ബാധിക്കുക, അതല്ലെങ്കിൽ അമ്മയെയും കുഞ്ഞിനെയും ഒരുപോലെ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ എംബ്രിയോയുടെ വളർച്ച പ്രതികൂലമായി ബാധിക്കുകയോ ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങളിലാണ് MTP എസൻഷ്യൽ അത്യാവശ്യം എന്ന് കരുതുന്നത്. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ്? MTPs ആർ ആൾസോ എസൻഷ്യൽ ഇൻ സർട്ടൻ കേസസ് വേർ കണ്ടിന്യൂഷൻ ഓഫ് ദി പ്രഗ്നൻസി കുഡ് ബി ഹാംഫുൾ or even fatal either to the mother or to the fetus or both. അപ്പോഴാ ആ പ്രഗ്നൻസി മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്നുകിൽ അമ്മയ്ക്ക് അല്ലെങ്കിൽ കുഞ്ഞിന് അതല്ലെങ്കിൽ രണ്ടു പേർക്കും അപകടകരമാവുന്ന സാഹചര്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ MTP അത്യാവശ്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന്, ഇന്ത്യ ലീഗലൈസ്ഡ് MTP in 1971 with some strict conditions to avoid its misuse, like indiscriminate and illegal female feticide. അപ്പോൾ നമ്മൾ അമ്നിയോസെൻറ്റസിസ് പഠിച്ചപ്പോഴത്തേക്കും ഫീമെയിൽ ഫീറ്റിസൈഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞതാണ്. സെക്സ് ഡിറ്റർമിനേഷൻ അമ്നിയോസെൻറ്റസിസിൽ കൂടെയും സ്കാനിങ്ങിൽ കൂടെയൊക്കെ ഒരു കുഞ്ഞ് പെൺകുട്ടിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലരെന്ത് ചെയ്യും? നശിപ്പിച്ച് കളയാറുണ്ട്. ഇപ്പോഴതാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദുരുപയോഗം ചെയ്യുന്നു. അതുകൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തിരിക്കുന്നു? നിയമവിധേയമാക്കി ലീഗലൈസ്ഡ് MTP in 1971 1971 നിയമവിധേയമാക്കിയിരിക്കുകയാണ്. ചില സ്ട്രിക്റ്റ് കണ്ടീഷൻസ്, അതായത് ദുരുപയോഗം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി. അതായത് എങ്ങനെയാണ്? ഫീമെയിൽ ഫീറ്റിസൈഡ് പോലുള്ള ഇല്ലീഗലായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള ഈ പ്രവർത്തികൾ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഫീമെയിൽ ഫീറ്റിസൈഡ്, പെൺ ഭ്രൂണഹത്യ ഒഴിവാക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ പറയുന്ന MTP ലീഗലൈസ് ചെയ്തിരിക്കുന്നു 1971 മുതൽ. പിന്നെ MTPs ആർ റിലേറ്റീവ്ലി സേഫ് ഓൺലി ഇൻ ദി ഫസ്റ്റ് ട്രൈമസ്റ്റർ ഓഫ് പ്രഗ്നൻസി. അപ്പോൾ ആദ്യത്തെ 3 മാസമേ സേഫായിട്ടുള്ളൂ. MTP നടത്തണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 3 മാസത്തിനകത്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് സുരക്ഷിതം. അതിനുശേഷം നടത്തി കഴിഞ്ഞപ്പോൾ 4, 5, 6 മാസമായി കഴിഞ്ഞാൽ അപ്പോൾ ഒന്നുകിൽ അമ്മയ്ക്ക് അല്ലെങ്കിൽ കുഞ്ഞിന് അപകടം, അമ്മയുടെ ആരോഗ്യത്തെ പ്രധാനമായിട്ടും പ്രതികൂലമായിട്ട് ബാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സേഫ് MTPs ആർ റിലേറ്റീവ്ലി സേഫ് ഓൺലി ഇൻ ദി ഫസ്റ്റ് ട്രൈമസ്റ്റർ ഓഫ് പ്രഗ്നൻസി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ട്രൈമസ്റ്റർ അബോർഷൻസ് മച്ച് റിസ്ക് ആണ്. അതുപോലെ തന്നെ disturbing trend observing that a majority of the MTPs are performed illegally by unqualified cocks, which are not only unsafe but could be fatal too. അപ്പോൾ പലപ്പോഴും ഈ പറയുന്ന MTP ചെയ്യുന്നത് ക്വാളിഫൈഡ് അല്ലാത്ത ആൾക്കാരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മുറിവൈദ്യന്മാർ. അപ്പോഴത് സുരക്ഷിതത്വമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വാട്ട് ഈസ് MTP നമ്മൾ ഒന്നുകൂടെ ഓർത്തിരിക്കണം. MTP എന്താണെന്ന് എക്സ്പാൻഡ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. പിന്നെ അത് ഏത് സന്ദർഭത്തിലാണ് അത്യാവശ്യമെന്നുള്ളത് എക്സാമിന് ചോദിക്കും, അറിഞ്ഞിരിക്കണം. വൈ MTP, പിന്നെ ഏത് സന്ദർഭത്തിലാണ് MTP എസൻഷ്യൽ ആയിട്ട് ഉള്ളതെന്നുള്ളത് എക്സാമിന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടതായിട്ടുണ്ട്. MTPs are essential in certain cases where continuation of the pregnancy could be harmful or even fatal either to the mother or to the fetus or both.